നമസ്കാരം. നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വിനോദ് സാറ് പറഞ്ഞ രണ്ട് വാക്കുകളുണ്ട്. നമ്മുടെ ജോലി ഏറ്റവും ആഗ്രഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും ചെയ്യുകയാണ് അതിന് നമ്മൾ കരിയർ എന്ന് പറയും. നമ്മുടെ തക്കാലത്തേക്ക് ചെയ്തു തീർത്ത സാലറി വായിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ അതിന് ജോബ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇത്രയും നേരം നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ സാർ ഹോട്ടൽ മാനേജ്മെന്റിനെ പറ്റി സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ കരിയർ ആയിട്ടാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. അത്ര ആത്മാർത്ഥമായ ആവേശത്തോടെ താൻ കടന്നു ചെന്ന മേഖലകളെ പറ്റി വളരെ വിശദമായിട്ട് അദ്ദേഹം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്റെ ആശയങ്ങൾ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം നമ്മുടെ കരിയറിന്റെ താഴെയുള്ള വിനോദ് സാറിനെ പറ്റി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് മുന്നോട്ടുള്ളൊരു കോഴ്സിനെ പറ്റി അറിയണമെന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഇന്റർനെറ്റോ ഒന്നും അത്ര വ്യാപകമായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നു, ആ സ്കോളർഷിപ്പുകൾ ഒക്കെ അറിയുന്നതിന് വേണ്ടി ഒരു ബുക്ക് ഡൽഹിയിലേക്ക് എഴുതി അയച്ച് നമ്മൾ അത് വരുത്തി കംപ്ലീറ്റ് അതിനെപ്പറ്റി പഠിച്ച കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്ന് നോക്കിയപ്പോ എക്കണോമിക്സിന്റെ സാധ്യതകളെ പറ്റി ഞാൻ നോക്കി. ആ വിവരങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് ഒറ്റ സ്ലൈഡിൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വളരെ മനോഹരമായിട്ട് ഇവിടെ തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വളരെ അമൂല്യമായ ഒരു അവസരമാണ് ഇതിപ്പോ നമ്മളിവിടെ വന്ന് സംസാരിച്ചു പോവുകയല്ല. ഈ ഓരോ സ്ലൈഡുകളും നിങ്ങൾ നിന്ന് വായിച്ചു നോക്കണം. അത്ര അമൂല്യമായിട്ടുള്ളൊരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളോട് ഒന്ന് ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നന്ദി ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് നമ്മുടെ JJ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ മേരിമ ടീച്ചറാണ്. എല്ലാ അക്കാദമിക് കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന മേരിമ ടീച്ചറിനെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് സാറിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സജീവമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ജോലിയോടുള്ള ആത്മാർത്ഥത വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഇന്നിവിടെ കൃത്യസമയത്ത് തന്നെ വന്ന് നമ്മുടെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് നവാസ് സാറിന്റെ മോള് എന്റെ NSS വോളണ്ടിയർ ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്ന നവാസ് സാറിനും ഇപ്പൊ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കോഴ്സുകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് താല്പര്യത്തോടുകൂടി നമ്മുടെ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നവാസ് സാറിനും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴ്സിനെ പറ്റി വളരെ മനോഹരമായിട്ട് ഇവിടെ സംസാരിച്ച ഇപ്പൊ ഞാനിത് നമ്മുടെ ബഷീർ സാറിനെ കണ്ടപ്പോഴേ സംസാരിച്ചു. ഇന്നപോലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ചേട്ടൻ ഇതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിലുണ്ട്. അപ്പൊ അദ്ദേഹം ആദ്യം ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു അമേരിക്കൻ കപ്പലിലായിരുന്നു. അന്ന് അവിടെ ഒരു വലിയ സ്റ്റോം ഒക്കെ വന്നപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, കാലം മാറി, ഇന്ന് എല്ലാ കപ്പലുകൾക്കും ബാലൻസർ ഉണ്ട്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ഏത് മേഖലയിലാണെങ്കിലും കടലിലാണെങ്കിലും ആകാശത്താണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം എന്നോട് സംസാരിക്കുകയുണ്ടായി. തന്റെ വിഷയത്തെ പറ്റി വളരെ അവഗാഹത്തോടുകൂടി തീഷ്ണതയോടുകൂടി താല്പര്യത്തോടുകൂടി നമ്മുടെ മുന്നിൽ സംസാരിച്ച ബഷീർ സാറിന് ഇവിടെ ഇത്രയും സമയം, ഒരു മിനിറ്റോളം സമയം നമ്മളുമായിട്ട് തന്റെ ആശയങ്ങൾ പങ്കുവച്ച നവാസ് സാറിന് ഇവിടെ ബഷീർ സാറിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മുടെ കരിയർ ഗൈഡൻസിന്റെ സാറായ വിനോദ് സാർ, നമുക്കറിയാം ഇത്ര ഒരു കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതിന് പിന്നിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രിപ്പറേഷനുണ്ട്. പല കോഴ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥതയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി. അതുപോലെ തന്നെ അദ്ദേഹം SCRTയുടെ ഒക്കെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സിലബസ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വളരെ വിജ്ഞാന കുതുകിയായിട്ടുള്ള വൈജ്ഞാനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്.
അദ്ദേഹത്തിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.